നമസ്കാരം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുള്ള കുഞ്ഞിന്റെ മരണത്തിൽ ദുരൂഹത വർദ്ധിക്കുകയാണ്. നെയ്യാറ്റിൻകര കാഞ്ഞിരംകുളം സ്വദേശി ഷിജിലിന്റെയും കൃഷ്ണപ്രിയയുടെയും 1 വയസ്സുള്ള മകൻ അപ്പു എന്ന് വിളിക്കുന്ന ഇഹാൻ വെള്ളിയാഴ്ച രാത്രിയോടെയാണ് മരിച്ചത്. അച്ഛൻ ഷിജിൽ കൊടുത്ത ബിസ്ക്കറ്റും മുന്തിരിയും കഴിച്ച് 1/2 മണിക്കൂറിനകമായിരുന്നു കുഞ്ഞിന് അസ്വസ്ഥത ഉണ്ടായതെന്ന് കൃഷ്ണപ്രിയയുടെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. എന്നാൽ അച്ഛൻ നൽകിയ ബിസ്ക്കറ്റിൽ വിഷാംശമില്ലെന്ന് സ്ഥിരീകരണമുണ്ടായി. പിന്നെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം ഉയർന്നിടത്താണ് ഇഹാന്റെ വയറിന് ക്ഷതമേറ്റുന്നതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരാണ് ഇക്കാര്യം പോലീസിനെ അറിയിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകാതെ കൈമാറും. വീഴ്ചയിൽ പറ്റിയതാണോ കുട്ടിയുടെ പരിക്കെന്ന് നിഗമനമുണ്ട്. എന്നാൽ കുട്ടി വീണിട്ടില്ല എന്നാണ് മാതാപിതാക്കൾ നൽകിയ മൊഴി. ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തുവാൻ മാതാപിതാക്കളെ വീണ്ടും ചോദ്യം ചെയ്യും. ഷിജിലിനും കൃഷ്ണപ്രിയയ്ക്കുമിടയിൽ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞതോടെ ഇരുവരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്തു. എന്നാൽ കുഞ്ഞിന്റെ ഉള്ളിൽ വിഷാംശം ചെന്നിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനം. കുഞ്ഞിന്റെ കയ്യിൽ 3 പൊട്ടലും സംഭവിച്ചിരുന്നു. ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ ചികിത്സ തേടിയിരുന്നുവെന്നും എങ്ങനെയാണ് പരിക്കുണ്ടായതെന്ന് അറിയില്ലെന്നുമാണ് മാതാപിതാക്കൾ മൊഴി നൽകിയത്. ബനിയൻ ഇട്ട് കൊടുക്കുവാനായി കൈപൊക്കിയപ്പോൾ കുഞ്ഞ് വേദന കൊണ്ട് കരഞ്ഞെന്നും അങ്ങനെയാണ് ഈ പരിക്ക് പറ്റിയത് അറിഞ്ഞതെന്നുമാണ് അമ്മ പറയുന്നത്. വീഴ്ചയിൽ തലയ്ക്കോ ആന്തരിക അവയവങ്ങൾക്കോ പരിക്ക് പറ്റിയിരുന്നോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കുഞ്ഞിന്റെ തൊണ്ടയിൽ ബിസ്ക്കറ്റ് കുടുങ്ങിയിട്ടുണ്ടോ എന്ന സംശയത്തിന് അടിസ്ഥാനമില്ല. ഇതോടെയാണ് മാതാപിതാക്കളെ വിട്ടയച്ചത്. കുഞ്ഞിന്റെ മരണകാരണം സ്ഥിരീകരിക്കുവാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും ഡോക്ടർമാരുടെ വിദഗ്ധ അഭിപ്രായത്തിനും കാത്തിരിക്കുകയാണ് പോലീസ്. കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത അച്ഛനെ 18 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമാണ് വിട്ടയച്ചത്. ഇതിനിടെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ച കുട്ടിയുടെ അമ്മയെ വീണ്ടും പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു. കുട്ടിയുടെ മരണത്തിൽ അച്ഛനെയും അമ്മയും ചോദ്യം ചെയ്തെങ്കിലും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുവാൻ കഴിയാത്തതിനാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം തുടർ നടപടി എടുക്കാമെന്നുള്ള രീതിയിലാണ് പോലീസ് നീങ്ങുന്നത്. ചോദ്യം ചെയ്യലിൽ ഷിജിലിന്റെ മൊഴി നിന്ന് സംശയകരമായ യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. ഞായറാഴ്ച ഉച്ചയോടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തിയ ശേഷം ഷിജിലിനെ പോലീസ് വിട്ടയക്കുകയായിരുന്നു. കവളാകുളത്ത് വാടക വീടെടുത്ത് താമസിക്കുന്നതിനിടെ വെള്ളിയാഴ്ച രാത്രി ഷിജിൽ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഇഹാന് നൽകുവാനായി ബിസ്ക്കറ്റും മുന്തിരിയും വാങ്ങി വന്നിരുന്നു. ഇത് ഇഹാന് നൽകിയ ശിശുവാണ് കുഴഞ്ഞു വീണത്. തുടർന്ന് കുട്ടിയെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആദ്യം പോലീസ് ഭക്ഷ്യവിഷബാധയായിരിക്കാം മരണകാരണമെന്ന് ധരിച്ചെങ്കിലും ഇഹാന്റെ വലത് കൈയിൽ പൊട്ടലുണ്ടായതിനെ തുടർന്ന് പ്ലാസ്റ്റർ ഇട്ടത് കണ്ടത് സംബന്ധിച്ച് പിന്നീട് സംശയമുണ്ടായി. തുടർന്നാണ് ഷിജിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇഹാന്റെ മരണം പിതാവിന്റെ ക്രൂര മർദ്ദനത്തെ തുടർന്നെന്നാണ് പോലീസ് നിഗമനം. കുഞ്ഞിന്റെ വയറ്റിലെ ക്ഷതവും തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത സർജൻ പോലീസിനെ അറിയിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യം ഉറപ്പിക്കാനാകൂവെന്നാണ് പോലീസ് പറയുന്നത്. കുഞ്ഞ് തന്റേതല്ലെന്ന സംശയത്തിൽ പിതാവ് ഷിജിൽ ഇഹാനെ മർദ്ദിക്കാറുണ്ടെന്ന് ബന്ധുക്കളും അയൽവാസികളും അടക്കം മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ ഷിജിൽ ഇക്കാര്യം സമ്മതിക്കുകയോ കൃഷ്ണപ്രിയ ഇതിൽ വ്യക്തത വരുത്തുകയോ ചെയ്തിട്ടില്ല. അതിനാൽ ഇരുവരും സംശയത്തിന്റെ നിഴലിലാണെന്ന് പോലീസ് പറയുന്നു. കുഞ്ഞിന്റെ കയ്യിൽ 3 ആഴ്ചയോളം പഴക്കമുള്ള ഒരു പൊട്ടലുണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയൊരു പരിക്കിനെ കുറിച്ച് തങ്ങൾക്ക് അറിവില്ലെന്നാണ് ആ മാതാപിതാക്കൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. കാരക്കോണം CSI ആശുപത്രിയിൽ കുഞ്ഞിനെ ചികിത്സിച്ചതായി വ്യക്തമായിട്ടുണ്ട്. കുഞ്ഞിന്റെ ദേഹത്തെ പരിക്കുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പരസ്പര വിരുദ്ധമായാണ് മാതാപിതാക്കൾ പറയുന്നത്. ഇതെന്തോ ഒളിച്ചുവെക്കുവാനുള്ള ശ്രമമാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. വഴക്കിന്റെ പേരിൽ കൃഷ്ണപ്രിയ പലതവണയാണ് പിണങ്ങി സ്വന്തം വീട്ടിൽ പോയി നിന്നിട്ടുള്ളത്. 2 മാസം മുൻപാണ് പിണക്കം മാറി ഇവർ വാടക വീടെടുക്കുകയും ഇവിടേക്ക് താമസിക്കുവാനായി തുടങ്ങിയത്. ഷിജിൻ കൊണ്ടുവന്ന ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെ കുഞ്ഞു കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നും വായിൽ നിന്ന് നുരയും പതയും വന്നുവെന്നുമാണ് നേരത്തെ മാതാപിതാക്കൾ അറിയിച്ചിരുന്നത്. ഇതിന്റെ സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെങ്കിലും ഫലം കിട്ടിയിട്ടില്ല. നെയ്യാറ്റിൻകര CI അവധിയായതിനാൽ ബാലരാമപുരം CIയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം തുടരുന്നത്. കുഞ്ഞിന്റെ അമ്മയായ യുവതിയെ സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് പീഡിപ്പിച്ചിരുന്നുവെന്നും യുവതിയുടെ ബന്ധുക്കൾ പറയുന്നുണ്ട്. കല്യാണത്തിന് ശേഷം സ്വത്തുക്കൾ എഴുതി നൽകുവാൻ ആവശ്യപ്പെട്ടുവെന്നും മകളെ ഒഴിവാക്കാനായി കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണെന്നുമാണ് കുഞ്ഞിന്റെ അമ്മയുടെ അമ്മ ആരോപിക്കുന്നത്. കുഞ്ഞിന് വയ്യാതായിട്ടും ആശുപത്രിയിൽ എത്തിക്കുവാൻ വൈകിയെന്നും പരിക്കേറ്റ കുഞ്ഞിന് വേണ്ട ചികിത്സയോ ശുശ്രൂഷയോ പിതാവ് നൽകിയില്ല എന്നും യുവതിയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. വിശദമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരാഴ്ചക്കുള്ളിലായിരിക്കും ലഭിക്കുക. ഫോറൻസിക് സർജന്റെ അഭിപ്രായം കൂടി തേടി പോലീസ് നടപടിയെടുക്കും. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നാണ് വിവരം.